ദിലീഷും ശ്യാം തന്നെ തത്സമയമുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. അല്ല, രാവിലെ നിങ്ങളൊക്കെ വിളിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് രാവിലെ പത്രത്തിൽ നിന്നും ചാനലിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു. അതാണ് നമുക്കുള്ള അങ്ങനെ നിങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് അങ്ങനെ സൂചന ലഭിക്കുന്നത്. സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. അപ്പം നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുമെന്ന് കരുതിയിരുന്നു. എന്താണെന്ന് അറിയില്ലായിരുന്നു. രണ്ടുപേർക്കും അവാർഡ് കിട്ടിയപ്പോൾ ഒരു ഇരട്ടിമുതലായിട്ട് തോന്നി. പിന്നെ തീർച്ചയായിട്ടും സന്തോഷമാണ്. സംസ്ഥാന തലത്തിലും വലിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ട സിനിമയാണ്. അതുപോലെ തന്നെ ദേശീയ തലത്തിലും വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടിന്റെ നിങ്ങളുടെ സൗഹൃദം കൂടി ഈ ഒരു സിനിമയുടെ വിജയത്തിന് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും സ്വാധീനിച്ചു. ഞങ്ങളുടെ മാത്രമല്ല, ഞാനായാലും ശ്യാമായാലും ഇതൊരു സിനിമ ഉണ്ടായി വരുന്നതാണ്. എൻ്റെ പ്രോസസ്സിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ബാക്കി എഡീസ് ആയാലും ടീം മെമ്പേഴ്സ്, എൻ്റെ ക്യാമറാമാൻ, എഡിറ്റർ, അങ്ങനെ പ്രൊഡ്യൂസർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരുമിച്ചുള്ള ശ്രമമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് പേര് അങ്ങനെ പ്രയത്നിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സിനിമ തന്നെയാണത്. തർക്കമൊന്നുമില്ല. ശ്യാമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇടുക്കിക്കാരുടെ കട്ടപ്പനക്കാരുടെ ഒരു ജീവിതം അതിൻ്റെ യഥാർത്ഥ വശത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയായിരിക്കും ഈ ഒരു ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ അവാർഡ് കിട്ടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്നറിയില്ല. പക്ഷേ നമ്മൾ സത്യസന്ധമായിട്ട് അതിനെ സമീപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇടുക്കിക്കാരുടെ ജീവിതമായാലും നമ്മൾ ചെയ്ത സിനിമകളിലൊക്കെ സത്യസന്ധമായിട്ട് ഇൻറ്റഗ്രിറ്റിയോട് കൂടെ കൂടുതൽ റിസർച്ച് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അത് തന്നെയായിരിക്കും നല്ലതായിട്ട് ഭവിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം, സംസ്ഥാന അവാർഡ് പരിഗണിക്കപ്പെട്ട ഘട്ടത്തിൽ മഹേഷിൻ്റെ പ്രതികാരത്തിന് ഇത്ര ഒരു വലിയ നിലയിലേക്ക് പോകുമെന്ന് കരുതിയിരുന്നില്ല. ദേശീയ അവാർഡ് കൂടുതൽ പരിഗണിക്കപ്പെട്ടു. എങ്ങനെയാണ് സംസ്ഥാന അവാർഡ് നിർണ്ണയിച്ച സമിതി എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും സംസ്ഥാന അവാർഡ് തന്ന അതേ അവാർഡുകൾ തന്നെയാണ് ദേശീയ തലത്തിലും കിട്ടിയത് എന്നുള്ളത് ആണ് ഞാനതിനെ കാണുന്നത്. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് തന്നെയാണ് മലയാളത്തിൽ നിന്ന് മഹേഷിന് കിട്ടിയിരുന്നത്. മികച്ച സ്ക്രിപ്റ്റിനുള്ള അവാർഡാണ് മലയാളത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വിലയിരുത്തലുകളൊക്കെ ഒരേപോലെ തന്നെയാണ് കാണപ്പെടുന്നത്. ഈ മഹേഷ് കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അല്ല, തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പലരും എന്നോട് ഇതിനു മുമ്പും അല്ലെങ്കിൽ ഈ വർഷം വന്നവർക്ക് ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്കും പറയും ഇത്തവണ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ എനിക്കിത് ഭയങ്കര കൺഫ്യൂഷനുള്ള സാധനം തന്നെയാണ്. കാരണം നമ്മൾ ഇത് തന്നെ ചോദിച്ചു, നമുക്കറിയില്ല ഇതൊരു കലാരൂപമാണല്ലോ, ഇതിനെ എങ്ങനെ കമ്പയർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല സത്യമായിട്ട്. അത് വലിയ പാടുള്ള കാര്യമാണ്. ജൂറിയിലും ഉള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് കലാരൂപമാണ്, രണ്ട് സൃഷ്ടികളാണ്, പലതും പല സൃഷ്ടികളാണ്. അപ്പം അതിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണ് മികച്ച കുറേ സാധനങ്ങൾ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കേണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, നമുക്ക് അങ്ങനെ ഒരു ഒറ്റ സിനിമയുടെ പേര് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന കൺഫ്യൂഷനുള്ള ആളാണ് ഞാൻ വ്യക്തിപരമായിട്ട്. ഒരു നവാഗത സംവിധായകന് ഈ മലയാളത്തിൽ സ്വന്തമായ ഒരു വഴി വെട്ടി തുറക്കാൻ പറ്റുന്ന ഒരു അവാർഡാണ് അല്ലെങ്കിൽ 2 പുരസ്കാരങ്ങൾ എന്ന് കരുതുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പുരസ്കാരങ്ങൾ നമ്മളൊരു പ്രോത്സാഹനമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പം ഞാൻ ആദ്യത്തെ സിനിമയാണ് എൻ്റെത്. പക്ഷേ ശ്യാമിനായാലും നമ്മൾ ഒരു ഇൻഡിപെൻഡൻ്റ് എഴുതുന്ന ആദ്യത്തെ സിനിമയാണ് ശ്യാം. അപ്പം ഒരു സിനിമയ്ക്ക് അതിന് ഒരു വിജയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു അവാർഡിന് പരിഗണിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് എനിക്കും സിനിമയ്ക്കൊക്കെയുള്ള ഭയങ്കര പ്രോത്സാഹനമാണ്. ഈ പ്രോത്സാഹനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത് നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സുമാണ്. ഇനി തുടർന്ന് നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള പ്രോത്സാഹന സമ്മാനമായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നവാഗത സംവിധായകർക്ക് ഇതൊരു വലിയ പുഷായിട്ട് കണക്കാക്കാൻ. അല്ല, ഇത് നവാഗതർ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നു അവസാനമായിട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. അയാളുടെ സിനിമ ചെയ്യാണ്. ഇപ്പോൾ ആദ്യമുള്ള ആൾക്ക് തുടക്കക്കാരനെന്ന നിലയിൽ കുറച്ച് പ്രോത്സാഹനങ്ങൾ കൂടുതൽ നൽകുന്നു എന്നായിട്ടാണ് അങ്ങനെയാണ് ഈ പുതുമുഖ അവാർഡുകളൊക്കെ ഉള്ളത്. അല്ലേ, നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു. ഈ മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന സാധാരണക്കാരായ ആളുകളെ കുറിച്ചുള്ള കഥകളും കഥാപാത്രങ്ങളും സൃഷ്ടിക്കാൻ ആ ഒരു വഴിയിലേക്ക് പോകാനുള്ള കൂടുതൽ പ്രചോദനമാണോ ഈ ഇത്തരത്തിലുള്ള അവാർഡുകൾ? അല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ വർക്കുകൾ എല്ലാ തരത്തിലും എല്ലാ ടൈപ്പ് വർക്കുകളും മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട് എല്ലാ വർഷങ്ങളിലും, എല്ലാ കാലക്രമത്തിൽ. അത് ഓരോ കാലഘട്ടത്തിലും സിനിമയുടെ വളർച്ചയ്ക്കും മാറ്റങ്ങൾക്കും അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ ശ്രമിച്ചത് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ശ്യാമിന് പരിചയമുള്ള ഒരു ചുറ്റുപാട് നിന്നിട്ടൊരു കഥ പറയാനാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വളർന്നു വന്ന സാഹചര്യങ്ങളിലും ചുറ്റുപാടുകൾക്കും അകത്ത് നിന്നിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ കുറച്ച് ഈസിയാണ്. കുറച്ച് നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് ചുറ്റിപ്പെട്ട് കിടക്കുന്നതാണ്. അത്
മണ്ണിൽ നിന്ന് തന്നെയല്ലേ നമ്മളെല്ലാം. ഒരു സാധാരണക്കാരുടെ ഒരു കുറേ അധികം ഒരു സംഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു തിരക്കഥയായിരുന്നു. അതുപോലെ തന്നെ ഇതിലെ പല ഡയലോഗുകളും ട്രോളുകൾക്കും അതിനൊക്കെയായിട്ട് കുറേ അധികം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് ആളുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇത് അത് എത്രത്തോളം ഈ ഒരു തിരക്കഥയിലേക്ക് എത്താൻ? സിനിമ പറയുന്നത് ഒരു ഇടുക്കിയിൽ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഒരാളുടെ കഥയാണല്ലോ. അപ്പോൾ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും, അയാൾക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു സാധാരണക്കാരുടെ കഥ, ഞാനും സാധാരണക്കാരനാണ്, എനിക്ക് മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ആൾക്കാർ എല്ലാ ക്ലാസ്സിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര മണ്ണിൽ ചവിട്ടി നിൽക്കുക എന്നുള്ളതല്ല, അവരവരുടെ ജീവിതം ജീവിച്ചു പോവുകയാണ്. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിന്റ് ഓഫ് വ്യൂയിലൂടെ അവരുടെ ജീവിതം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ അവാർഡോട് കൂടി രണ്ടുപേർക്ക് കിട്ടിയ അവാർഡ് കൂടി നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ സിനിമാ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിച്ചു എന്ന് കരുതുന്നുണ്ടോ? അതെന്തായാലും നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് പണിയായിരിക്കും. അല്ല, ആളുകൾ ദേശീയ അവാർഡ് കിട്ടിയ രണ്ടാളുകൾ നിലയിലായിരിക്കുമല്ലോ മാധ്യമങ്ങളും പ്രേക്ഷകരും ഒക്കെ വരും നാളുകളിൽ നിങ്ങളുടെ സിനിമയെ നോക്കി കാണുക. അതെ, ഇപ്പോൾ നമുക്ക് നമ്മളുടെ സിനിമ കാണുന്ന കാര്യത്തിൽ നമുക്ക് ഇനി ആ അവാർഡുകൾ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടി വരും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വലിയ പിടുത്തമൊന്നുമില്ല, വലിയ ആലോചനയൊന്നുമില്ല. ഈ പല ദേശീയ അവാർഡ് കിട്ടുമ്പോഴും ദിലീഷ് പോത്തൻ്റെയും